നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ഫ്രം റൂട്ട് ഹെയർ ടു റൂട്ട് സൈലം. റൂട്ട് ഹെയർന്ന് റൂട്ട് സൈലത്തിലേക്കുള്ള റേഡിയൽ കണ്ടക്ഷനാണ്. റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ഫ്രം റൂട്ട് ഹെയർ ടു റൂട്ട് സൈലം എന്ന് പറയുമ്പോൾ ആ ഫ്ലോ ഞാൻ ഈ പിക്ചർ വെച്ചിട്ടൊന്ന് റെപ്രസെൻ്റ് ചെയ്ത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ പാസീവ് വാട്ടർ അബ്സോർപ്ഷനും അതുപോലെ തന്നെ ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷനും പറഞ്ഞു. പാസീവ് വാട്ടർ അബ്സോർപ്ഷനിലെ 3 ഫിസിക്കൽ മെക്കാനിസം പറഞ്ഞു: ഡിഫ്യൂഷൻ, ഓസ്മോസിസ് ആൻഡ് ഇംബൈബിഷൻ. അതുപോലെ ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷനിൽ ഓസ്മോട്ടിക് ആൻഡ് നോൺ ഓസ്മോട്ടിക് വാട്ടർ അബ്സോർപ്ഷൻ പറഞ്ഞു. ഈ പ്രോസസ്സ് ഈ ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ ആണെങ്കിലും പാസീവ് വാട്ടർ അബ്സോർപ്ഷൻ ആണെങ്കിലും വാട്ടർ സോയിൽ നിന്ന്, ഇപ്പം ഇവിടെ സോയിൽ ആയിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ, ഇതാണ് സോയിൽ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ആ സോയിൽ നിന്ന് ജസ്റ്റ് റൂട്ട് ഹെയറിലേക്കാണ് ഇപ്പോൾ വാട്ടർ കയറിയത്. അപ്പൊ ഈ ഒരു പാസീവ് ആൻഡ് ആക്റ്റീവ് വാട്ടർ അബ്സോർപ്ഷൻ വഴി ഈ റൂട്ട് ഹെയർ സെല്ലില്, അതായത് നമ്മളെ എപ്പിഡെർമൽ സെല്ല് വരെ വാട്ടർ എത്തിയിട്ടുള്ളൂ. ഇനി സൈലം എത്തിയാൽ മാത്രമേ സൈലത്തിലൂടെ ഈ വാട്ടർ സ്റ്റെം സൈലം വഴി ലീഫിലെത്തുള്ളൂ. സോ ഇവിടുന്ന്, അതായത് റൂട്ട് ഹെയർ സെല്ലിൽ നിന്ന് സൈലത്തിലേക്ക് ഇങ്ങനെ ഒരു റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ മൂവ്മെന്റ് നടക്കണം. എങ്കിൽ മാത്രമേ സൈലത്തിലേക്ക് വാട്ടർ എത്തുള്ളൂ. റൂട്ട് സൈലത്തിൽ വാട്ടർ എത്തിയാലാണ് അത് സ്റ്റെം സൈലത്തിലെത്തി അതുവഴി ലീഫിന്റെ സൈലത്തിലെത്തുക. അപ്പോൾ വാട്ടറിന്റെ ഒരു കണ്ടിന്യൂസ് ഫ്ലോ എസെൻഷ്യൽ ആണ് പ്ലാന്റിന്റെ നോർമൽ ഫങ്ഷനിങ്ങിന്. സോ എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്ത വാട്ടർ റൂട്ട് ഹെയറിന് റൂട്ട് സൈലത്തിൽ എത്തണം. സോ റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ഫ്രം റൂട്ട് ഹെയർ ടു റൂട്ട് സൈലം എന്ന് പറഞ്ഞാൽ അതാണ്. സോ ഇറ്റ് ഈസ് ദ റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ഫ്രം റൂട്ട് ഹെയർ ടു റൂട്ട് സൈലം ത്രൂ റൂട്ട് കോർട്ടെക്സ്. അപ്പൊ ഏതിലൂടെയാണ് ഈ വാട്ടർ മൂവ് ചെയ്യുന്നത്? റൂട്ടിന്റെ കോർട്ടെക്സിനെ ക്രോസ് ചെയ്തിട്ട്. കോർട്ടെക്സിനെ മാത്രമല്ല, എൻഡോഡെർമിസിനെ, ഇവിടെ എൻഡോഡെർമിസിനെ ക്രോസ് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞ് പെരിസൈക്കിളിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇവയൊക്കെ ക്രോസ് ചെയ്തും ഇതെവിടെ എത്തുക? റൂട്ടിന്റെ സൈലത്തിൽ എത്തുക. സോ വാട്ടർ മൂവ്മെന്റ് റൂട്ട് ഹെയർ ടു റൂട്ട് സൈലം നടക്കുമ്പോൾ അത് കോർട്ടെക്സിനെ അതുപോലെ തന്നെ എൻഡോഡെർമിസിനെ പെരിസൈക്കിളിനെ ഒക്കെ ക്രോസ് ചെയ്തിട്ടാണ് റൂട്ടിന്റെ സൈലത്തിൽ എത്തുന്നത്. ഇവിടെയാണ് എൻഡോഡെർമിസും പെരിസൈക്കിളും വരുന്നത് കേട്ടോ. ആ ഓറഞ്ച് ആൻഡ് പിങ്ക് കളർ ആണ് എൻഡോഡെർമിസും പെരിസൈക്കിളും. സോ റേഡിയൽ കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർബ്ഡ് വാട്ടർ മൂവ്സ് ത്രൂ റൂട്ട് ടിഷ്യൂസ് സച്ച് ആസ് കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ എക്സെട്ര ആൻഡ് ഫൈനലി റീച്ചസ് ടു റൂട്ട് സൈലം. സോ റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ എന്നുള്ള ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ റൂട്ട് ഹെയറിലുള്ള വാട്ടർ എവിടെ എത്തും? റൂട്ട് സൈലത്തിലെത്തും. ആൻഡ് ദർ ആർ 3 different pathways for radial conduction of water: vacuolar pathway, symplastic pathway and apoplastic pathway. അപ്പോൾ നമുക്കിനി റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടറിൽ ഈ 3 പാത്വേസും ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ വാക്യുലാർ പാത്വേ. 4 പാത്വേസ് ഉള്ളതിൽ ഫസ്റ്റ് വൺ ആണ് വാക്യുലാർ പാത്വേ. It is the vacuole to vacuole osmotic flow of water by crossing tonoplast, cytoplasm, plasma membrane and cell wall. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സെല്ലിന്റെ വാക്യൂളിൽ നിന്ന് മറ്റൊരു സെല്ലിന്റെ വാക്യൂളിലേക്കുള്ള വാട്ടർ മൂവ്മെന്റ് ആണ് വാക്യുലാർ പാത്വേ എന്ന് പറയുന്നത്. വാക്യൂൾ ടു വാക്യൂൾ പാത്വേ ആയതുകൊണ്ട് തന്നെ ഏത് സെല്ലിന്റെ വാക്യൂളിൽ നിന്നാണോ മൂവ് ചെയ്യുന്നത് ആ വാക്യൂളിന്റെ ടോണോപ്ലാസ്റ്റിനെ ക്രോസ് ചെയ്യണം, പ്ലസ് അതിന്റെ സൈറ്റോപ്ലാസത്തിനെ ക്രോസ് ചെയ്യണം, ആ സെല്ലിന്റെ തന്നെ പ്ലാസ്മ മെംബ്രെയിനെ ക്രോസ് ചെയ്യണം, അത് കഴിഞ്ഞ് സെൽ വാളിനെയും ക്രോസ് ചെയ്യണം. ദെൻ ഏത് സെല്ലിലേക്കാണോ വാട്ടർ മൂവ് ചെയ്യുന്നത് ആ സെല്ലിന്റെ സെൽ വാൾ ക്രോസ് ചെയ്യണം, അതിന്റെ പ്ലാസ്മ മെംബ്രെയിൻ ക്രോസ് ചെയ്യണം, സൈറ്റോപ്ലാസം ക്രോസ് ചെയ്യണം, ടോണോപ്ലാസ്റ്റും ക്രോസ് ചെയ്യണം. അപ്പോഴാണ് ഒരു സെല്ലിന്റെ വാക്യൂളിൽ നിന്ന് അടുത്ത സെല്ലിന്റെ വാക്യൂളിലേക്ക് വാട്ടറിന്റെ മൂവ്മെന്റ് നടക്കുക. ദെൻ ഇനി ഇവിടെ ഞാനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറിലേക്ക് നോക്കുക. ഈ പിങ്ക് ലൈനും നിങ്ങൾ നോക്കണ്ട, അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ ലൈനും നിങ്ങൾ നോക്കണ്ട. അതിന്റെ മുകളിലുള്ള ഗ്രീൻ ലൈന് നോക്കുക. അപ്പം ഒരു സെല്ല് ഇതാണ്, ഈ കാണിച്ചിട്ടുള്ളതാണ് ഒരു സെല്ല് കേട്ടോ. ഇങ്ങനെയുള്ള ഇതാണ് ഒരു സെല്ല്, തൊട്ടപ്പുറത്തെ സെല്ലാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ
ഈ സെല്ലിന്റെ വാക്യൂൾ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ കാണിച്ചിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ ആണ് ഇതിന്റെ വാക്യൂൾ. സോ നമ്മൾ ഈ സെല്ലിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പൊ ഈ സെല്ലിൽ നിന്ന് വാട്ടർ ഈ സെല്ലിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു പെർട്ടിക്കുലർ സെല്ലിന്റെ വാക്യൂളിന്റെ മെംബ്രെയിൻ ആയിട്ടുള്ള ടോണോപ്ലാസ്റ്റ് ക്രോസ് ചെയ്യണം. ദെൻ അതിന്റെ സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും, ഈ സെല്ലിന്റെ സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും, അത് ക്രോസ് ചെയ്യണം. ദെൻ അതിന്റെ സൈറ്റോപ്ലാസം കഴിഞ്ഞാൽ അതിന്റെ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, അതിനെ ക്രോസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ സെൽ വാളും ക്രോസ് ചെയ്യണം. അത്രയും കഴിഞ്ഞാൽ ഈ സെല്ലിൽ നിന്ന് വാട്ടർ മൂവ് ചെയ്തു. ദെൻ തൊട്ടപ്പുറത്തെ സെല്ലിൽ എത്തിക്കഴിഞ്ഞാൽ ആ സെല്ലിന്റെ സെൽ വാൾ ഉണ്ടായിരിക്കും. ദെൻ അതിന്റെ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടായിരിക്കും, അതിന്റെ സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും. അതും ക്രോസ് ചെയ്താണ്ട് ഈ സെല്ലിന്റെ ടോണോപ്ലാസ്റ്റും കൂടി ക്രോസ് ചെയ്താൽ വാട്ടർ എന്ത് ചെയ്തു? വാട്ടർ ഈ ഒരു പെർട്ടിക്കുലർ സെല്ലിൽ നിന്ന് ഈ ഒരു സെല്ലിലേക്ക് മൂവ് ചെയ്തു. സോ ഒരു സെല്ലിന്റെ വാക്യൂളിൽ നിന്ന് തൊട്ടടുത്ത സെല്ലിന്റെ വാക്യൂളിലേക്കുള്ള മൂവ്മെന്റ് ആണ് വാക്യുലാർ പാത്വേ. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? തൊട്ടടുത്ത രണ്ട് സെൽസ്, ആ ഒരു സെല്ലിന്റെ വാക്യൂളിൽ നിന്ന് തൊട്ടപ്പുറത്തെ സെല്ലിന്റെ വാക്യൂളിലേക്കുള്ള മൂവ്മെന്റ്. അതുകൊണ്ട് തന്നെ ഇതിനെ ട്രാൻസ് മെംബ്രെയിൻ പാത്വേ എന്നും പറയുന്നുണ്ട്, വാക്യൂൾ ടു വാക്യൂൾ മൂവ്മെന്റ് ആയതുകൊണ്ട്. സെക്കൻഡ് പാത്വേ ആണ് സിംപ്ലാസ്റ്റിക് പാത്വേ. സിംപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ടു സെൽ ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ ത്രൂ പ്ലാസ്മോഡെസ്മാറ്റ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. ഒരു സെല്ലിൽ നിന്ന് തൊട്ടടുത്ത സെല്ലിലേക്ക് വാട്ടർ എന്ത് ചെയ്യുക? ഡിഫ്യൂസ് ചെയ്യുക ത്രൂ പ്ലാസ്മോഡെസ്മാറ്റ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സെൽ വാളിന്റെ സ്മോൾ ഓപ്പണിംഗ് ആയിട്ടുള്ള പ്ലാസ്മോഡെസ്മാറ്റിന്റെ ഉള്ളിലൂടെ വാട്ടർ എന്ത് ചെയ്യും? ഡിഫ്യൂസ് ചെയ്യും. ദെൻ പ്ലാസ്മ മെംബ്രെയിനെയും ക്രോസ് ചെയ്തിട്ടാണ് വാട്ടർ എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക. ദാ ഇവിടെ പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് സിംപ്ലാസ്റ്റിക് റൂട്ട്. ഈ ഒരു ബ്ലൂ ലൈൻ ആണ്, അതായത് ഇതാണ് ഒരു സെല്ലിൽ നിന്ന്, ഈ ഒരു സെല്ലിൽ നിന്ന് പ്ലാസ്മോഡെസ്മാറ്റിന്റെ ഓപ്പണിംഗ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ ഓപ്പണിങ്ങിലൂടെ പ്ലാസ്മ മെംബ്രെയിനെ ക്രോസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? സെല്ലിന്റെ ഉള്ളിലെത്തും. എന്നിട്ട് തൊട്ടടുത്ത സെല്ലിന്റെ സെൽ വാളിലെ പ്ലാസ്മോഡെസ്മാറ്റയിലൂടെ പ്ലാസ്മ മെംബ്രെയിനെ ക്രോസ് ചെയ്തിട്ട് സെല്ലിന്റെ ഉള്ളിലെത്തും. സോ ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് വാട്ടർ ഡിഫ്യൂസ് ചെയ്യുക ത്രൂ പ്ലാസ്മോഡെസ്മാറ്റ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മോഡെസ്മാറ്റിന്റെയും പ്ലാസ്മ മെംബ്രെയിന്റെയും ഹെൽപ്പോടെ ഒരു സെല്ലിൽ നിന്ന് തൊട്ടടുത്ത സെല്ലിലേക്ക് വാട്ടർ ഡിഫ്യൂസ് ചെയ്യുന്നതിനെയാണ് സിംപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറയാം. സോ ഈ ഒരു പാത്വേയിൽ വാട്ടർ സെല്ലിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. ഇവിടെ ഞാൻ വേറൊരു പിക്ചർ കാണിച്ചിട്ടുണ്ട്, അതിൽ ബ്ലൂ ലൈൻസിൽ കാണിച്ചിട്ടുള്ളതാണ് സിംപ്ലാസ്റ്റിക് പാത്വേ. അപ്പൊ ഇതാണ് നമ്മളെ റൂട്ട് ഹെയർ സെല്ല്. അവിടുന്ന് ഒരു സെല്ലിന്റെ പ്ലാസ്മോഡെസ്മാറ്റും പ്ലാസ്മ മെംബ്രെയിനും വഴി തൊട്ടടുത്ത സെല്ലിന്റെ ഉള്ളിലേക്ക് വാട്ടർ ഡിഫ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് തൊട്ടടുത്ത സെല്ലിന്റെ ഉള്ളിലേക്ക് പ്ലാസ്മോഡെസ്മാറ്റും പ്ലാസ്മ മെംബ്രെയിനും വഴി ഡിഫ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് തൊട്ടടുത്ത സെല്ലിലേക്ക് പ്ലാസ്മോഡെസ്മാറ്റും പ്ലാസ്മ മെംബ്രെയിനും വഴി ഡിഫ്യൂസ് ചെയ്താണ് ഇതെന്ത് ചെയ്യുക? റൂട്ടിന്റെ സൈലത്തിൽ എത്തുക. അതാണ് സിംപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്ലാസ്മോഡെസ്മാറ്റ സെർവ് ആസ് ഫ്രീ ചാനൽസ് ഫോർ ദിസ് ഫ്ലോ. അപ്പൊ ശരിക്കും സിംപ്ലാസ്റ്റിക് പാത്വേയിൽ വാട്ടറിന്റെ ഫ്ലോനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് പ്ലാസ്മോഡെസ്മാറ്റയാണ്, അല്ലെങ്കിൽ സെൽ വാളിൽ കാണുന്ന സ്മാൾ ഓപ്പണിങ്സ് ആണ്. അപ്പോൾ സെൽ വാളിന്റെ ഉള്ളിലൂടെ ഒരു ഫ്രീ മൂവ്മെന്റ് ഓഫ് വാട്ടർ പോസിബിൾ ആവും പ്ലാസ്മോഡെസ്മാറ്റ ഉള്ളതുകൊണ്ട്. സോ നമ്മൾ വാക്യൂൾ ടു വാക്യൂൾ പാത്വേ പറഞ്ഞത് ഒരു സെല്ലിന്റെ വാക്യൂളിൽ നിന്ന് മറ്റൊരു സെല്ലിന്റെ വാക്യൂളിലേക്കാണ്. ദെൻ സിംപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറയുന്നത് സെൽ വാളിന്റെ ഓപ്പണിംഗ് ആയിട്ടുള്ള പ്ലാസ്മോഡെസ്മാറ്റിനെയും പ്ലാസ്മ മെംബ്രെയിനെയും ക്രോസ് ചെയ്തിട്ട് ഒരു സെല്ലിന്റെ ഉള്ളിൽ വാട്ടർ എത്തും ത്രൂ ഡിഫ്യൂഷൻ. അത് കഴിഞ്ഞ് ആ സെല്ലിൽ നിന്ന് തൊട്ടടുത്ത സെല്ലിലേക്ക് പ്ലാസ്മോഡെസ്മാറ്റും അതുപോലെ തന്നെ പ്ലാസ്മ മെംബ്രെയിനും വഴി വാട്ടർ ഡിഫ്യൂസ് ചെയ്യും. ഈ ഒരു മെക്കാനിസം ആണ് സിംപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറയുന്നത്. മൂന്നാമത്തെ മെക്കാനിസം ആയിട്ട് പറയുന്നത് എപ്പോപ്ലാസ്റ്റിക് പാത്വേ ആണ്. സെൽ വാൾ ടു സെൽ വാൾ ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ ത്രൂ സെൽ വാൾ ആൻഡ് ഇന്റർസെല്ലുലാർ സ്പേസസ്. സെൽ വാളിന്റെയും ഇന്റർസെല്ലുലാർ സ്പേസസിന്റെയും ഇടയിലൂടെ വാട്ടർ ഡിഫ്യൂസ് ചെയ്യുന്നതിനെയാണ് എപ്പോപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറയാം. ആൻഡ് ഈ ഒരു പാത്വേയിൽ ആക്ച്വലി വാട്ടർ എന്ത് ചെയ്യുന്നില്ല? സെല്ലിന്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുന്നില്ല. ശരിക്കും വാട്ടർ സെല്ലിന്റെ പുറത്താന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം സെല്ലിന്റെ ഉള്ളിലേക്ക് വാട്ടർ എൻറ്റർ ചെയ്യൂല എപ്പോപ്ലാസ്റ്റിക് പാത്വേ വഴി. സെൽ വാൾ ടു സെൽ വാൾ ഡിഫ്യൂഷൻ. ഒരു സെല്ലിന്റെ സെൽ വാളിൽ നിന്ന് തൊട്ടപ്പുറത്തെ സെല്ലിന്റെ സെൽ വാളിലേക്കാണ് വാട്ടർ എന്ത് ചെയ്യുന്നത്? ഡിഫ്യൂസ് ചെയ്യുന്നത്. ആൻഡ് സെൽ വാളിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇന്റർസെല്ലുലാർ സ്പേസസിലും കൂടി ഈ വാട്ടർ ഉണ്ടായിരിക്കും. അല്ലാതെ
പ്ലാസ്മ മെംബ്രെയിൻ എന്ത് ചെയ്യൂല, എപ്പോപ്ലാസ്റ്റിക് പാത്വേയിൽ ക്രോസ് ചെയ്യില്ല. സോ നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ വാട്ടർ സെല്ലിന്റെ ഉള്ളിലല്ല, വാട്ടർ ഈസ് ആക്ച്വലി ഔട്ട്സൈഡ് ദ സെല്ലാണ്. സോ നമുക്ക് ഒരു പ്രാവശ്യം കൂടി പറയാം. ഇറ്റ് ഈസ് ദ സെൽ വാൾ ടു സെൽ വാൾ ഡിഫ്യൂഷൻ ഓഫ് വാട്ടർ ത്രൂ സെൽ വാൾ ആൻഡ് ഇന്റർസെല്ലുലാർ സ്പേസസ്. ഇറ്റ് ഒക്കേഴ്സ് ത്രൂ സെൽ വാൾ വിത്തൗട്ട് ക്രോസിംഗ് പ്രോട്ടോപ്ലാസ്റ്റ്. അപ്പൊ ഈ ഒരു പിക്ചർ നോക്കുക, ഇതിൽ പിങ്ക് ലൈനിൽ കാണിച്ചിട്ടുള്ളതാണ് എപ്പോപ്ലാസ്റ്റിക് റൂട്ട്. അപ്പൊ ഈ പിങ്ക് ലൈനിൽ കണ്ടോ, ഇപ്പം ഒരു സെല്ലിന്റെ സെൽ വാളിന്ന് തൊട്ടപ്പുറത്തെ സെല്ലിന്റെ സെൽവാളിലൂടെ, അപ്പം സെൽവാളിലൂടെ മാത്രം, അതുപോലെ ഇന്റർസെല്ലുലാർ സ്പേസസ് ഉണ്ടെങ്കിൽ അതിലൂടെയാണ് വാട്ടറിന്റെ മൂവ്മെന്റ് നടക്കുന്നതെങ്കിൽ അതിനെയാണ് എപ്പോപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറയാം. അപ്പൊ ഈ ഒരു പിക്ചറിൽ അത് ശരിക്കും ക്ലിയർ ആണ്. ഇതാണ് റൂട്ട് ഹെയർ സെല്ല്. അത് കഴിഞ്ഞിട്ട് കണ്ടോ, ഈ ഒരു എപ്പിഡെർമൽ സെല്ലിന്റെ സെൽവാളിന്റെയും ഇന്റർസെല്ലുലാർ സ്പേസസിന്റെ ഇടയിലൂടെ ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ സെല്ലിന്റെ ഉള്ളിലേക്കും വാട്ടർ എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. ആ ഒരു സെൽവാളും ഇന്റർസെല്ലുലാർ സ്പേസും ഉള്ളതിലൂടെ മൂവ് ചെയ്ത് അത് സൈലത്തിൽ എത്തുകയാണെങ്കിൽ അതിനെയാണ് എപ്പോപ്ലാസ്റ്റിക് പാത്വേ എന്ന് പറയാം. ക്ലിയർ ആണോ? അതായത് പ്രോട്ടോപ്ലാസത്തിനെ ക്രോസ് ചെയ്യാതെയാണ് വാട്ടർ മൂവ് ചെയ്യുന്നത്, സെൽവാളിന്റെയും ഇന്റർസെല്ലുലാർ സ്പേസസിന്റെയും ഇടയിലൂടെ. അതായത് സെല്ലിന്റെ ഉള്ളിലേക്ക് വാട്ടർ എൻ്റർ ചെയ്യുന്നില്ല എന്നർത്ഥം. സോ നമുക്ക് ഈ ഒരു റേഡിയൽ കണ്ടക്ഷനെ കൺക്ലൂഡ് ചെയ്യാം. വാക്യുലാർ പാത്വേയിൽ വാക്യൂൾ ടു വാക്യൂൾ, ദെൻ സിംപ്ലാസ്റ്റിക് പാത്വേയിൽ പ്ലാസ്മോഡെസ്മാറ്റയും പ്ലാസ്മ മെംബ്രെയിനും വഴി അതിൽ ആക്ച്വലി പ്രോട്ടോപ്ലാസ്റ്റിനെ ക്രോസ് ചെയ്തിട്ട് ഒരു സെല്ലിന്ന് തൊട്ടടുത്ത സെല്ലിലേക്കാണ് വാട്ടർ ഡിഫ്യൂസ് ചെയ്യുന്നത്. ദെൻ എപ്പോപ്ലാസ്റ്റിക് പാത്വേയിൽ ഒരിക്കലും വാട്ടർ സെല്ലിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യില്ല, സെൽവാളിന്റെയും ഇന്റർസെല്ലുലാർ സ്പേസസിന്റെയും ഇടയിലൂടെയുള്ള വാട്ടർ മൂവ്മെന്റ് ആണ് എപ്പോപ്ലാസ്റ്റിക് പാത്വേ പറയുന്നത്. സോ ഈ ഒരു 3 മെക്കാനിസം വഴി റൂട്ട് ഹെയറിലുള്ള വാട്ടർ എവിടെ എത്തും? റൂട്ട് സൈലത്തിൽ എത്തും. സോ നമ്മളെ വാട്ടർ ഇപ്പോൾ സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്ത് റൂട്ട് ഹെയറിലെത്തി, ഈ റൂട്ട് ഹെയറിന്ന് റൂട്ട് സൈലത്തിലെത്തി അല്ലേ? റൂട്ട് ഹെയർ വരെ എത്തിയതാണ് നമ്മൾ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ബൈ റൂട്ട് ഹെയർ എന്നുള്ള ഫസ്റ്റ് മെക്കാനിസത്തിൽ പറഞ്ഞത്. 3 മെക്കാനിസം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ദെൻ രണ്ടാമത് നമ്മൾ റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ഫ്രം റൂട്ട് ഹെയർ ടു റൂട്ട് സൈലം ത്രൂ റൂട്ട് കോർട്ടെക്സ് പറഞ്ഞു. ദെൻ ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് അസെൻഡ് ഓഫ് സാപ്പ് ആണ്. അതായത് റൂട്ട് സൈലത്ത് നിന്ന് അപ്വേർഡ് കണ്ടക്ഷൻ ടു ദ ലീഫ്, അതാണ് ഇനി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്.